ചോക്ലേറ്റ് ഫ്ലേവർ ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? നേന്ത്രപ്പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് നമുക്ക് ആദ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇടാം. പിന്നെ ഫ്രീസറിൽ വെച്ച പാലാണ് ഫുൾ കട്ടയാവുന്നതിന് മുമ്പേ ആണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നല്ലപോലെ അരയും. കുറച്ച് ഐസ്ക്രീം ഇടുന്നുണ്ട്. പിന്നെ കൊക്കോ പൗഡർ ഇടുന്നുണ്ട് ചോക്ലേറ്റ് ഫ്ലേവറിന്. നമുക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിക്കാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം. പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ കുതിരാൻ വെച്ചിരുന്നു, അപ്പോൾ നല്ലപോലെ അരയും. അപ്പോൾ കുതിർത്ത ബദാമും അണ്ടിപ്പരിപ്പും ഇടുന്നുണ്ട്. കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട്. ഓൾറെഡി ഐസ്ക്രീമിനും പഴത്തിനും നല്ല മധുരമായിരിക്കും, അതുകൊണ്ട് കുറച്ച് തേൻ ഒഴിച്ചുള്ളൂ. പിന്നെ കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. ക്രീം വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ച് ഒരു ഏലക്കായും കൂടി ഇട്ടാൽ നന്നായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇടുന്നുണ്ട്. തൊലിയോട് തന്നെയാണ് ഇട്ടത്, അത് അരിഞ്ഞ് വന്നോളും. എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്ത് നമുക്ക് ഇതേ ഒരു ഗ്ലാസ്സിലോട്ടാക്കിയിട്ട്, പിന്നെ ഞാൻ അതിൽ കുറച്ച് ക്രീമും കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ടത് കേട്ടോ. അത് ഭയങ്കര ഡിഫറൻസാണ് അതിൻ്റെ മണവും ടേസ്റ്റിനും. കൊക്കോ പൗഡർ അല്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ലേ, അതിട്ടിട്ട് പിന്നെ കുറച്ച് അലങ്കാര പണികളും ചെയ്തു. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമുക്കും ഒക്കെ കുടിച്ചാൽ നല്ല ഫില്ലിംഗ് ആണ്. പണ്ടൊക്കെ ഷാർജ എന്ന് പറഞ്ഞ് കിട്ടില്ലേ, അതിൻ്റെ ഒരു വേർഷൻ തന്നെയാണ്. പക്ഷേ ഫുൾ ഫ്രോസൺ പാലല്ലാന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബൈ.